റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേടിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ഒരു ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ. ആ ശ്രീലേഖയ്ക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുന്നു RCC. അന്വേഷണ റിപ്പോർട്ട് വന്ന മാസങ്ങളായിട്ടും നടപടിയില്ല. അന്വേഷണ കമ്മിറ്റി ശ്രീലേഖയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ നടപടിയെടുത്തില്ല. സസ്പെൻഷനിലായ ശ്രീലേഖയെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വിജിലൻസ് അന്വേഷണം, അതിനുശേഷം സസ്പെൻഷനിൽ പുറത്താവുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് തെളിവുകൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു നീക്കം? അരുൺ, ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ഇത് 2012 ശ്രീലേഖ സമാനമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകാര്യം ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന. പ്രാഥമിക പരിശോധന തന്നെ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ശ്രീലേഖ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും അന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ഒരു അന്വേഷണ കമ്മിറ്റിയെ വയ്ക്കുകയും ചെയ്തു. ആ അന്വേഷണ കമ്മിറ്റി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് RCCയുടെ ഡയറക്ടർക്ക് കിട്ടി. ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ടും വകുപ്പ് തല നടപടിയെടുക്കുന്നതിൽ ഇപ്പോൾ RCC ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇതിൽ തന്നെ ഈ ശ്രീലേഖയുടെ സഹോദരി പുത്രിക്കായിരുന്നു 1ാം റാങ്ക് കിട്ടിയത്. പിന്നീട് ഈ കുറ്റകൃത്യം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഈ എഴുതിയ 319 കാൻഡിഡേറ്റ്സിനും അവർക്ക് പിന്നീട് വീണ്ടും LBSന്റെ കീഴിൽ വീണ്ടും എക്സാം എഴുതേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ശ്രീലേഖയുടെ സഹോദരി പുത്രിക്ക് 1ാം സ്ഥാനമല്ല, വീണ്ടും അവർ 10ന് പിന്നാലെ ആ റാങ്ക് പിന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ശ്രീലേഖ ഇത് നടത്തുമ്പോൾ തന്നെയാണ് അവരുടെ ബന്ധുക്കൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഈ പരീക്ഷ ചോദ്യ പേപ്പർ തയ്യാറാക്കിയതിനപ്പുറം അഭിമുഖ കമ്മിറ്റിയിലും ശ്രീലേഖ പങ്കെടുത്തിരുന്നു. ഇതെല്ലാം തന്നെ RCCയുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി എന്നുള്ളതാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതുവരെയും വകുപ്പ് തല നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും സർക്കാർ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനോടകം തന്നെ ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന ശ്രീലേഖയെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ശ്രീകാര്യം ശ്രീകുമാർ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആ പരാതി ഇപ്പോൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മുൻപാകെ എത്തിയിരിക്കുകയാണ്. ഇനി ശ്രീലേഖയുടെ വിഷയത്തിൽ എന്താണ് ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുക എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത്. എന്തായാലും മാസങ്ങൾ പിന്നിട്ടിട്ടും വകുപ്പ് തല നടപടി പോലും എടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് RCCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ശ്രീലേഖയുടെ സഹോദരി പുത്രി മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ പലരും ഈ ആദ്യ റാങ്ക് കിട്ടിയ 10ൽ ഉൾപ്പെട്ടിരുന്നു. അതാണ് ഏറ്റവും വലിയ ക്രമക്കേട്. അതെന്തായാലും ശ്രീലേഖയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് ശ്രീലേഖ ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീലേഖയ്ക്ക് എതിരെ നടപടിയില്ല എന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണല്ലേ, എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും ചില ആളുകളുടെ കാര്യത്തിൽ ചില സോഫ്റ്റ് കോർണർ എടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സിസ്റ്റവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അതിനകത്ത് അല്പമെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.